ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടിക്കൊലയിൽ അറസ്റ്റിലായ സജി കുറ്റം സമ്മതിച്ചു. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മേരിക്കുട്ടി മാത്യു, മകൻ റെജി എന്നിവരുടെയും മൃതദേഹം ഇന്നലെയാണ് പോലീസ് കണ്ടെത്തിയത്. മകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇരട്ടക്കൊല പുറത്തറിഞ്ഞത്. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ ഒരു സംഭവത്തിൽ, ഈ ഇരട്ടക്കൊലപാതകത്തിൽ ഇപ്പോൾ സജി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ നാട്ടുകാരും പോലീസും ഈ പ്രതിയിലേക്ക് തന്നെയായിരുന്നു വിരൽ ചൂണ്ടിയിരുന്നത്. അത് തന്നെയാണ് അവസാന ഘട്ടത്തിൽ സജിയും തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. മാതാവിൻ്റെയും അതോടൊപ്പം തന്നെ സഹോദരൻ്റെയും കൊലപാതക കുറ്റം എന്തായാലും സജി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്നായിരുന്നു ഈ സജിയെ പിടികൂടിയത്. വീടിന് സമീപമുള്ള വനത്തിൽ സജി ഒളിവിലായിരുന്നു എന്നത് പോലീസിന് കൃത്യമായ വിവരമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ആ പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ചും പോലീസ് നായയെ ഉപയോഗിച്ചുമെല്ലാം വലിയ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. അതിനിടയിലാണ് ഉച്ചയോടുകൂടി തന്നെ പ്രതിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടുകയും പിന്നീട് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തത്. പോലീസിനെ ഏൽപ്പിച്ച ശേഷം നടന്ന ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ 9 മുതലായിരുന്നു ഈ മാതാവിനെയും അതോടൊപ്പം തന്നെ റജി എന്ന സഹോദരനെ കാണാതിരുന്നത്. അതിനുശേഷം നാട്ടുകാർ അവരുടെ മകളെ വിവരമറിയിച്ചിരുന്നു. മകളെ വിവരമറിയിക്കുന്ന സമയത്ത് തന്നെ ഈ മകനായ സജിയോട് പലതവണ ഇതിൻ്റെ കാരണം ഈ മാതാവും അതോടൊപ്പം തന്നെ സഹോദരനും എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകുവാൻ ഈ സജിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് മകളെ അറിയിക്കുകയും മകൾ പിന്നീട് പോലീസിൽ പരാതി നൽകിയിരുന്നു. അങ്ങനെ പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വീട്ടിൽ നടന്ന പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അതിനുശേഷം സജിയെ തിരഞ്ഞെങ്കിലും സജി ഒളിവിൽ പോകുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ വനത്തിന് സമീപത്ത് നിന്നും പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് പ്രതി കീഴടങ്ങനായി മലയിറങ്ങി നാട്ടിലേക്ക് ചെറിയ ഈ വീടിന് സമീപം എത്തിയപ്പോഴേക്കുമാണ് പോലീസ് പിടികൂടിയെന്ന്. എന്തായാലും 2-3 ദിവസങ്ങളായി കേരളത്തിൽ ചർച്ചയായ വലിയ ഇരട്ട കൊലപാതകത്തിൻ്റെ ചുരുളുകളാണ് ഇപ്പോൾ അഴിയുന്നത്. ഇപ്പോൾ എന്തായാലും കൂടുതൽ പരിശോധനയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും തുടരുകയാണ്. എന്തിനാണ് ഈ പ്രതി ഈ 2 പേരെയും കൊലപ്പെടുത്തിയത്, മേരിയും അതോടൊപ്പം തന്നെ റെജിയും കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് നാട്ടുകാരും. അതോടൊപ്പം തന്നെ ഈ റെജിയുടെ അതോടൊപ്പം തന്നെ ഈ സജിയുടെ സഹോദരി കൂടുതൽ അന്വേഷണം വേണമെന്ന് നിലവിൽ ആവശ്യപ്പെടുകയാണ്. അതിനുള്ള കാരണം ഈ സജി മാത്രമായിരിക്കില്ല, മറ്റു പ്രതികൾ ആരെങ്കിലും ഇതിലുണ്ടോ എന്നും കൂടുതൽ അന്വേഷണം നടത്തണമെന്നും മകൾ ആവശ്യപ്പെടുന്നു. മറ്റൊരു കാര്യം മകൾ സൂചിപ്പിക്കുന്നത്, ഇതിന് സമാനമായി തന്നെ 2018 ഈ സജിയുടെ പിതാവും ഇത്തരത്തിൽ കാണാതാകുകയായിരുന്നു. അതിനെക്കുറിച്ചും കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ഇപ്പോൾ മകൾ ആവശ്യപ്പെടുന്നു. അതും ഇപ്പോൾ പോലീസ് വലിയ രീതിയിൽ തന്നെ പരിഗണിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം, ഈ 2010 തിരോധാനം, പിതാവിൻ്റെ തിരോധാനം, അതോടൊപ്പം തന്നെ ഈ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരനെയും കൊലപ്പെടുത്തിയത് എന്താണ്, അങ്ങനെ ഈ കൊലപാതകങ്ങളും അതോടൊപ്പം തന്നെ ആ തിരോധാനത്തിൻ്റെയും വിവരങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ പ്രതിയെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും പ്രതി ഇപ്പോൾ ക്ഷീണിതനാണ്. കാരണം 2 ദിവസത്തിലധികം പ്രതി ഒളിവിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി പോലീസ് പറയുന്നു. അതിനുശേഷമായിരിക്കും അങ്ങനെ ആരോഗ്യം വീണ്ടെടുത്ത ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ തുടരുകയെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും പോലീസ് അവസാന ഘട്ടത്തിൽ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. ശരി, എന്തായാലും നെടുങ്കണ്ടം ഇരട്ട കൊലപാതകത്തിലാണ് ഇപ്പോൾ പ്രതിയായ സജി കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മേരിക്കുട്ടി മാത്യു, മകൻ റെജി എന്നിവരുടെയും മൃതദേഹം ഇന്നലെയാണ് പോലീസ് കണ്ടെത്തിയത്. മകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇരട്ടക്കൊല പുറത്തറിയുന്നത്. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.